ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്ടർലൂയിലുള്ള അഗാ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പം കുറേ നാളുകളായിട്ട് നമ്മൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ അതേപോലെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് പിന്നെ ഇവിടുത്തെ കനഡിയൻ ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. ഇതുവരെ നമ്മൾ തുർക്കിഷ് ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ലിവിസ് റിൻസി ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ വന്നേക്കാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫറ്റിനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഫുഡിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ് എടുത്ത് പറയേണ്ടത്. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ നിങ്ങളിപ്പം കാറിന് വരുന്നെങ്കിൽ കാർ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട്. ഇവിടെ പുറത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ, ആ സൈഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ലാർജ് ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒത്തിരി പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് വളരെ സ്പേഷ്യസ് ആണ്. അതാണ് എടുത്ത് പറയേണ്ടത്. അതേപോലെ തന്നെ സ്റ്റാഫ്സ് ഒക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ അവരോട് സംസാരിച്ച് എന്തൊക്കെയാണ് മെനു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. നമുക്കപ്പം ഇനിയിപ്പം ജസ്റ്റ് നമുക്ക് ബൊഫയിലേക്ക് പോവാം. അപ്പം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സൈഡിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കൗണ്ടറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഇവരുടെ ബേക്കറി ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഊബർ ഈറ്റ്സിൽ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റും. ഇവരുടെ തുർക്കിഷ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സും അങ്ങനത്തെ പുഡിങ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആണ് ഇവിടെ ഉള്ളത്. മെയിൻ ആയിട്ടുള്ളത് പിന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീ ഉണ്ട്. തുർക്കിഷ് ടീസ് എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് ടീ, അഹമ്മദ് ടീ, അങ്ങനെ പല പല ടൈപ്പ് ടീസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇവരുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റും. ഇതിപ്പോ ബേക്കറി റെസ്റ്റോറൻറ്റ് കൂടെ ചേർന്നിട്ടാണ്. ഇതിന്റെ പേരെല്ലാം എവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സർമയാണ്. ഇത് 1 kg $60 ആണ് വരുന്നത്. ഇത് കണ്ട് ബെക്ലാവയാണ്, പിസ്ത വെച്ചിട്ടുള്ള ബെക്ലാവയാണ്. അതിന് 1 kg $50 ആണ് വരുന്നത്. വാൾനട്ട് വെച്ചിട്ടുള്ള ബെക്ലാവയാണ്, $50 ആണ് റേറ്റ് വരുന്നത്. നമുക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഇതെല്ലാം ജസ്റ്റ് എല്ലാത്തിൽ നിന്ന് കുറച്ച് വെച്ച് മേടിച്ച് നമുക്ക് പോവാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ചെന്നിട്ട് എങ്ങാണ്ടെന്ന്. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡിന്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. നമുക്കപ്പോൾ ഫുഡ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിന്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇതെന്തോ ഒരു ഗ്രേവി ടൈപ്പാണ്. കുറച്ചെടുക്കാം. ഇതൊരു എന്തോ ഒരു ഫ്ലാറ്റ് ബ്രെഡ് ആണ്. കണ്ടിട്ട് പിസ്സയുടെ ഒക്കെ ലുക്കുണ്ട്. പക്ഷെ ഇവിടെ സോസേജസ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഇത് കുറച്ചെടുക്കാം. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ ബാക്കിയൊക്കെ സ്വീറ്റ്സ് ആണ്. പിന്നെ ഇത് ഇത്രയും കഴിച്ച് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഞാനിപ്പം പാൻ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബോയിൽഡ് എഗ് എടുക്കാം.
ഇവിടെ നമുക്ക് 2 വെറൈറ്റി കേക്കുകളുണ്ട്, അതെടുക്കാം. വാൾനട്ട് ഉണ്ട്. ഇവിടെ പല ടൈപ്പ് ഡിപ്സ് ഉണ്ട്, സോസസ്, ഡിപ്സ്, പീനട്ട് ബട്ടർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ ഇവിടെ ചീസ് ഉണ്ട്. ടൊമാറ്റോ വേണ്ട. പിന്നെ ഇവിടെ വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. ക്രീം ചീസാണ്. ഇത്തരം സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കഴിച്ചിട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഒലിവ്സ് ഉണ്ട്. ബ്ലാക്കും ഉണ്ട്, വേറൊരു കളറും ഉണ്ട്. അതെ, ചീസിന്റെ ഒക്കെ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ കുറച്ച് ബട്ടർ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ കഴിച്ചു തുടങ്ങാൻ പോവാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട്? സൂപ്പറാ. ഇത് ആക്ച്വലി എന്താ എനിക്ക് തന്നെ ബ്രിഞ്ചാലല്ലേ, ബ്രിഞ്ചാൽ ചെയ്തിട്ട് ഈ ഐറ്റംസിന്റെ ഒക്കെ പേര് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഓംലെറ്റ് തന്നെ. ഓംലെറ്റിന്റെ മേലെ കുറച്ച് നമ്മുടെ ബ്രെഡ് പോലെ മൈദയൊക്കെ വെച്ചിട്ട് അതൊരു ബ്രെഡ് ഐറ്റം തന്നെയാണ്, പക്ഷെ ഇതിന്റെ ബേസ് വരുന്നത് ഓംലെറ്റ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു ഈ ഒരു ബ്രെഡിനോട് കഴിക്കാനുള്ള ഒരു അതിന്റെ കൂടെ ഉള്ള ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു കറി പോലുള്ള ഒരു സാധനമാണിത്. പിന്നെ ഇത് സോസേജസ് ഫ്രൈ ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ, ഇതിന് പറയുന്നത് സുജി കുപ്താൻ എന്നാണ്. ഇതൊരു തുർക്കിഷ് ഫുഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. നമ്മളുണ്ടല്ലോ ഓരോ സാധനം അതിന് ഗ്രേവി ആയതല്ലേ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ഗ്രേവിയാണ്, ബ്രിഞ്ചാൾ വെച്ചിട്ട് മുട്ട ഇടന്നിട്ടുണ്ട്. മധുരം ഇട്ടിട്ടില്ല, നമ്മൾ ആഡ് ചെയ്യണം. നല്ല കയ്പാണ്. നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. നല്ല കയ്പാട്ടോ. തുർക്കിഷ് ചായയാണ് കേട്ടോ. രണ്ടിട്ടായ നല്ല കയ്പുണ്ട്.
പാല് കുടിക്കത്തില്ലടാ. പാല് കുടിക്കത്തില്ല. അപ്പം ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി. കൊള്ളാം. ഷുഗർ രണ്ട് പാക്കറ്റ് ഇട്ടെങ്കിലും ചെറിയ കയ്പുണ്ട് ഇപ്പോഴും. ആക്ച്വലി മധുരത്തിന്റെ കൂടെ ഇത് കുടിക്കണം. ഇത് കഴിക്കടാ. കഴിക്കാം. സോയാ സോസ് കിട്ടണ. നമ്മൾ ഇനിയിപ്പോ ഈ കേക്ക് ഈ 3 ടൈപ്പ് സോസുകളുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ മുക്കി കഴിക്കാം നമുക്ക്. ഇത് ചോക്ലേറ്റ്. ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് പീനട്ട് അല്ല, സെസമി സീഡ്. ഇതിടാ എള്ള് സീഡ്. ഓക്കെ, എന്താ ഒരു സോസ് നല്ല വൈൻ്റെ ഒക്കെ പോലത്തെ ടേസ്റ്റ് ഉണ്ട്. മധുര. കേക്കിനൊക്കെ മധുരം കുറവാ. താഴെ ഉണ്ടല്ലേ? എടുക്കാം. എന്താ ചാച്ച ഇത്? കുട്ടാപ്പിക്കാണെങ്കിൽ സോസേജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ സോസേജ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവൻ കഴിച്ചത് പാൻ കേക്ക് ആണ്. വേറെ സാധനങ്ങളൊന്നും അത്ര അവൻ കഴിച്ചില്ല. പിന്നെ കുറച്ച് ഫ്രൈസ് കഴിച്ചു. അവൻ അതുപോലെ വേദനയാണ്. എഗ്ഗിന്റെ ഐറ്റം ഓംലെറ്റ് ആണ്, പക്ഷെ അതിന്റെ മേലെ ചീസും എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. കുട്ടാപ്പി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. കൊള്ളാവോ? അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സ്വീറ്റ്സും കൂടെ ഇതിന്റെ ബക്ലാവയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് സ്വീറ്റ് സെക്ഷനിലേക്ക് പോവാം. മിക്സ് ആയിട്ടുള്ള ബക്ലാവ മേടിക്കുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന എല്ലാത്തിനകത്തുനിന്നും മിക്സ് ആയിട്ട് വരും. ഓൾമോസ്റ്റ് 500 grams വരും. നമുക്ക് നോക്കാം. For this one, because we are making a short vlog. Okay, sure. This one's pistachio baklava, and then we have the walnut baklava over here. And then this is sarma, which is like pistachio paste mainly, as you can see. And then here we have the media. Okay. And then this one's also regular baklava. And then we have shaviat over here, which is like a softer baklava that's made with cream. And then we have the havuç dilimi over here. And we normally serve that one with ice cream. So which one is the most tastier one? I like the one over there the most. I like this one. This is cold baklava, and this one uses milk-based syrup instead of the regular. So can we get like 2 pieces of this? Yeah, I'll put it inside the box. Yes, as well, yeah? thank you so You're much. welcome. Kunafa here, kunafa. Yes, we do, but it's not over here because we bake it like fresh in the kitchen. Okay. നമുക്ക് ടർക്കിഷ് കോഫി മെഷീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലാണ് അവർ ടർക്കിഷ് കോഫി ഉണ്ടാക്കുന്നത്. കണ്ട ആ കപ്പുകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവൻ ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കുന്നാവോ? Wow.
നമ്മള് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇവിടെ കിച്ചണർ വാട്ടർലൂലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. നിങ്ങൾ തീർച്ചയായും വന്ന് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.